നമ്മുടെ ദുബായിൽ വലിയ അലമ്പും പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് കാര്യങ്ങളൊക്കെ വളരെ സ്മൂത്തായിട്ട് നടക്കാനുള്ള ഒരു റീസൺ എന്തിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാർക്ക് ഇവിടുത്തെ നിയമത്തിന് പിന്നെ ഇവിടുത്തെ ഫൈനുകളെ കുറിച്ച് ഭയങ്കര പേടികളുണ്ടാട്ടെ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഉണ്ട്, ഒരു ചേച്ചി ലണ്ടനിലെങ്ങാണ്ട് മെട്രോ ട്രെയിനിൻ്റെ ഉള്ളിലിരുന്നിട്ട് ചോറിനു. ഇവിടെ അങ്ങനത്തെ പരിപാടിയൊന്നും നടക്കില്ല കേട്ടോ നമ്മുടെ ദുബായിൽ. മെട്രോൻ്റെ ഉള്ളിൽ എങ്ങാനും ചോറുണ്ടിട്ടുണ്ടെങ്കിൽ ചോറ് പോട്ടെ, ഒരു തുള്ളി വെള്ളം കുടിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ കിട്ടും 100 ദിർഹം ഫൈൻ എന്ന് വെച്ചാൽ ഏകദേശം ഒരു 2500 രൂപ വരും. ഇനി മെട്രോ ട്രെയിനിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് അല്ലെങ്കിൽ ആ പരിസരത്ത് നിന്നിട്ട് എങ്ങാനും സ്മോക്ക് ചെയ്തെന്ന് വരിക, അപ്പോൾ കിട്ടും ഒരു 200 ദിർഹം ഫൈൻ എന്ന് വെച്ചാൽ ഏകദേശം ഒരു 4500 രൂപ വരും. ഇനി എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളൊരു ഫൈൻ ഉണ്ട്. അതെന്തിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മെട്രോ ട്രെയിൻ അല്ലെങ്കിൽ മെട്രോ സ്റ്റേഷൻ്റെ ഉള്ളിലത്തെ ലിഫ്റ്റ് അല്ലെങ്കിൽ എസ്കലേറ്ററൊക്കെ നിർത്താൻ ഉപയോഗിക്കുന്ന ഒരു ചോപ്പ ബട്ടൺ ഉണ്ട്, ഒരു എമർജൻസി ബട്ടൺ. എങ്ങനെ അത് തൊട്ടുണ്ടെങ്കിൽ അപ്പോൾ കിട്ടും ഒരു 2000 ദിർഹം ഫൈൻ എന്ന് വെച്ചാൽ ഏകദേശം ഒരു 45,000 രൂപ ഫൈൻ. എന്തുട്ടാലേ, നമ്മളാരും അറിഞ്ഞുകൊണ്ട് ആ ബട്ടൺ തൊടില്ല, പക്ഷെ ആ ബട്ടൺ കാണുമ്പോൾ നമുക്ക് തൊട്ട് നോക്കാൻ തോന്നും. എനിക്ക് തോന്നാറുണ്ട്, നിങ്ങൾക്ക് തോന്നാറുണ്ട്?